സാറ്റർഡേ സൺഡേ ഓൾറെഡി മാർക്കറ്റിന് വോളിയം കുറവായതുകൊണ്ട് തന്നെ ഇന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്കറ്റിൽ ഇത് ടാർഗറ്റ് അടിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷാണ്, നമ്മൾ ലോങ്ങിലൊക്കെ നമ്മുടെ വ്യൂ ബെയറിഷാണ് നമ്മൾ നിലവിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് എന്തായാലും നോക്കാം. നമ്മൾ ഓൾറെഡി കുറേ നാളുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസം മുതൽ നമ്മൾ താഴത്തേക്കാണ് നമ്മുടെ വ്യൂ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാർട്ടിൽ എന്തായാലും കാണാൻ സാധിക്കും, നമ്മൾ വീക്കിലിയിൽ മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും സപ്ലൈയിലാണ് നിൽക്കുന്നത്. 92,300 മുതൽ 98,000 വരെ ഇതാണ് നമ്മുടെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലെ ഒരു സപ്ലൈ സോണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ട്രേഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സപ്ലൈ സോണിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അനലൈസ് വരുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഡേ ടൈം ഫ്രെയിമിൽ നമ്മുടെ സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 88,000 റേഞ്ചിലാണ്. അപ്പം ആ ഡേയും വീക്കിലും സപ്ലൈ സോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ട് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് വ്യൂ ആണ്. ഇടയ്ക്കുള്ള ചെറിയ പുൾ ബാക്കിൽ നമ്മൾ പരിഗണിക്കാറില്ല. പക്ഷേ നമ്മൾ ട്രേഡ് എടുക്കുന്നത് 1 hour ടൈം ഫ്രെയിമിലാണ്. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കൊരു 2-3 ട്രേഡ് നമ്മളിപ്പം അടുപ്പിച്ചടുപ്പിച്ച് എന്ത് ചെയ്തു, കൃത്യമായിട്ട് പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഫ്രീ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഓൾറെഡി നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓൾറെഡി അതിൻ്റെ റീസൺസ് എന്നിട്ട് അവർക്ക് ഷെയർ ചെയ്ത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിൽ അതിൻ്റെ റീസൺസ് ഓൾറെഡി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രൈഡേ അനലൈസ് ചെയ്തൊരു ഈ ലാസ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി ഫ്രൈഡേ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെലഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്തതാണ്. സാറ്റർഡേ സൺഡേ ഓൾറെഡി മാർക്കറ്റിന് വോളിയം കുറവായതുകൊണ്ട് തന്നെ ഇന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്കറ്റിൽ ഇത് ടാർഗറ്റ് അടിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷാണ്, നമ്മൾ ലോങ്ങിലൊക്കെ നമ്മുടെ വ്യൂ ബെയറിഷാണ് നമ്മൾ നിലവിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ മാർക്കറ്റ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഒരു 59,000-60,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് നമ്മൾ ലോങ്ങിലേക്കുള്ള വ്യൂ. മിനിമം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 67,000 റേഞ്ചിലേക്ക് ഏറ്റവും മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ ഡെയിലി ട്രേഡ്സുകൾ എടുക്കാറില്ല. നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മാർക്കറ്റ് എപ്പോഴാണോ നമ്മുടെ വ്യൂവിലേക്ക് എത്തുന്നത്, നമ്മുടെ പ്ലാനിലേക്ക് മാർക്കറ്റ് എപ്പോഴാണോ എത്തുന്നത് ആ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡുകൾ എൻ്റർ ചെയ്യാറ്. അങ്ങനൊരു സൂപ്പർ ട്രേഡാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കിട്ടി. നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുത്തു. അതുപോലെ നമ്മൾ ഇനിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഏകദേശം 70,000 റേഞ്ചിലേക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് മാർക്കറ്റിൻ്റെ പുൾ ബാക്ക് എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇവിടുന്ന് ഒരു ഫാളാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എക്സാക്ട് നല്ലൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് ട്രേഡ് നോക്കുന്നു. ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് നമുക്കൊരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴത്തേക്ക് ട്രേഡ് നോക്കാൻ പോകുന്നത്. നേരെ നമ്മൾ ട്രെൻഡിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പുൾ ബാക്കുകൾ നമ്മൾ ട്രേഡ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചുകളിലൊന്നും നമ്മളൊരു ബൈ എൻട്രി സ്പോട്ട് ചെയ്യാറില്ല. പകരം നമ്മൾ പുൾ ബാക്കിൽ ഏതാണോ നമ്മുടെ കൃത്യമായ സോൺ, അല്ലെങ്കിൽ നമുക്കൊരു ബേസോ റേഞ്ചോ ഏതെങ്കിലും ഒരു സോൺ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പുൾ ബാക്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ താഴത്തേക്ക് ട്രേഡാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ വെയിറ്റിംഗ് പീരീഡിലാണ്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് നോക്കിയതിന് ശേഷം ട്രേഡ് നോക്കാൻ പോകുന്നു. ഇനി ഇവിടുന്ന് ഈ ഒരു ഫോൾ നമ്മൾ 70,000 റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാർക്കറ്റ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ചാടി കയറാറില്ല. എവിടെയാണോ കൃത്യമായ ഒരു എൻട്രി സോൺ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെയായിരിക്കും നമ്മൾ ട്രേഡ്സുകൾ എടുക്കാറുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ട്രേഡ്സുകൾ വ്യൂ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രേഡ്സുകൾ കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ വ്യൂകൾ കൃത്യമായി അവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സീ ടുമാറോ.